കേരളത്തെക്കുറിച്ച് കേട്ടാൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നല്ല ചുമന്ന മീൻകറിയാണ്. കേരളത്തിൽ എവിടെ പോയാലും പല സ്ഥലങ്ങളിൽ പലതരത്തിലുള്ള മീൻകറികൾ നമുക്ക് കിട്ടും. കോഴിക്കോട് സൈഡിൽ വേറെ മീൻകറി, തിരുവനന്തപുരം സൈഡിൽ വേറെ മീൻകറി, നമ്മുടെ എറണാകുളം കോട്ടയം സൈഡിലാണെങ്കിൽ അതിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള മീൻകറി ആയിരിക്കും കിട്ടുന്നത്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എറണാകുളം കോട്ടയം സൈഡിൽ ഉണ്ടാക്കുന്ന നല്ല റെഡ് കളറിലുള്ള മീൻകറിയാണ്. അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതിന്. അതിനു മുമ്പ് ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇതിന് എന്തൊക്കെയാണ് സാധനങ്ങളാണ് വേണ്ടത് നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ചൂര മീനാണ്. ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ കടുക്, ഉലുവ, 5-6 കഷ്ണം ചുമന്നുള്ളി അരിഞ്ഞത്, 5-6 കഷ്ണം വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 4 പച്ചമുളക്, കറിവേപ്പില നമുക്ക് കുറച്ച് കൂടുതൽ ഇടാം. അപ്പോൾ കറിവേപ്പില കൂടുതലുണ്ടെങ്കിൽ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൂടുതലുണ്ടാവും. അതുപോലെ 2 തരം മുളക് പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഒരെണ്ണം എരിവുള്ള മുളക് പൊടിയാണ്, മറ്റേത് കാശ്മീരി ചില്ലി പൗഡറാണ്. എരിവുള്ള മുളക് പൊടി നമ്മൾ അധികം ചേർക്കുന്നില്ല, കാരണം മീൻകറിക്ക് ഭയങ്കര എരിവായി പോകും. അപ്പോൾ നമുക്ക് പിള്ളേർക്കൊന്നും കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ അതിനകത്ത് കൂടുതൽ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ നല്ല കളറും കിട്ടും, അത്യാവശ്യം എരിവും ഉണ്ടാവും. അതുപോലെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ഉപ്പ്, പിന്നെ നമുക്കൊരു 6 കുടംപുളി 5 മിനിറ്റ് കുതിർത്ത് വെച്ചതാണ്. കുതിർത്ത് വെച്ച അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടുള്ള കുടംപുളിയാണ്. ആദ്യം നമുക്ക് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണേ, വെളിച്ചെണ്ണയ്ക്കാണ് കൂടുതൽ ടേസ്റ്റ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് നമുക്ക് ഓരോരോ സാധനങ്ങളായിട്ട് ഇതിനകത്തേക്ക് ഇടാം. നമുക്കിത് ഓരോന്നായിട്ടിടാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞു. അതിൽ നമുക്ക് ഉലുവ ഇടാം. ഉലുവ പൊട്ടി വരുമ്പോൾ നമുക്ക് കടുകിടാം. തീ കുറച്ച് വെക്കണേ. അത് കഴിഞ്ഞ് നമുക്ക് ഇഞ്ചി ഇടാം. ഇഞ്ചി ചെറുതായിട്ട് വഴന്നു വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് ചുമക്കട്ടെ. വെളുത്തുള്ളി കണ്ട ചെറുതായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട്. ചുമന്നുള്ളി ഇടാം. അതും ചുവന്നുള്ളി ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ നമുക്ക് പച്ചമുളക് ഇടണം. പച്ചമുളക് ഇടുവാണ്. പച്ചമുളക് ഇട്ടു. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കറിവേപ്പില ഇടാം. ഇത് നന്നായിട്ട് തീ കുറച്ച് വെക്കണേ. തീ കുറച്ച് വെച്ചിട്ട് ഇതിനകത്തേക്ക് ഇനി ഇടാനുള്ള നമുക്ക് മസാലക്കൂട്ട് റെഡിയാക്കാം. നമുക്കിതിൻ്റെ മസാലക്കൂട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി എടുക്കാം. ഓൾറെഡി 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി നമ്മൾ ഫിഷ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. എരിവുള്ള മുളക് പൊടി നമ്മൾ അധികം ചേർക്കണ്ട, കാരണം ഫിഷ് കറിക്ക് ഭയങ്കര എരിവായി പോകും. ഇതിനകത്തേക്ക് നമുക്ക് 4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. മീൻകറിക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. അധികം എരിവും വരത്തില്ല, എന്നാൽ ഫിഷ് കറിക്ക് നല്ല കളറും ഉണ്ടാവും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. അതിൻ്റെ ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ കൂടുതൽ മഞ്ഞൾപ്പൊടി ഇടാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് കുഴമ്പ് പരുവത്തിൽ നമുക്ക് ഇളക്കിയെടുക്കാം. ഇത് റെഡി ആയി കഴിഞ്ഞ് നമുക്കിനി ഇത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക മാത്രമാണ് വേണ്ടത്. ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഈ മസാലക്കൂട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വേവണം. അതായത് ഇതിൻ്റെ ഈ വെളിച്ചെണ്ണ മേളിൽ പൊങ്ങി വരുന്നതാണ് ഇതിൻ്റെ കണക്ക്. കരിഞ്ഞു പോകാതെ തീ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. എണ്ണ മേളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് ഇനി
ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് ചേർക്കണം, അതുപോലെ കുടംപുളിയും ചേർക്കണം. ഉപ്പ് ഓരോരുത്തരുടെയും രുചിക്ക് അനുസരിച്ച് ചേർക്കാവുന്നതാണ്. പിന്നെ നമ്മൾ കുടംപുളി നമ്മൾ ഇതിനകത്തേക്ക് ഇടുകയാണ് കേട്ടോ. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് നമ്മുടെ മീനെല്ലാം ഇട്ട് കൊടുക്കണം. നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. നമുക്ക് തീ കൂട്ടിയിട്ടിട്ട് ഒരു പ്രാവശ്യം തിളച്ചതിന് ശേഷം നന്നായിട്ട് മീനും വെള്ളവും കൂടെ കിടന്ന് നന്നായിട്ട് ഒരു പ്രാവശ്യം തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് ഇത് മീഡിയം ഫ്ലെയിമിൽ ഇടാവുന്നതാണ്. മീൻ നന്നായിട്ട് കിടന്ന് തിളക്കട്ടെ. മീൻ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ മീൻ കറി ഒരുപാടിട്ട് സ്പൂണിട്ട് ഇളക്കൊന്നും ചെയ്തത് അതെല്ലാം പൊടിഞ്ഞു പോകും. അപ്പോൾ അതങ്ങനെ ഇരുന്ന് വേവട്ടെ. മൺചട്ടിയിൽ മീൻ കറി ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. മീൻ കറി ഉണ്ടാക്കണോ മൺചട്ടി കൂടിയേ തീരും നമുക്ക്, അല്ലേ? നമ്മൾ പുളി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് തോന്നുവാണ് പുളി കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ ഇതിനകത്ത് 2-3 പുളി എടുത്ത് മാറ്റി വെച്ചാൽ മതി. മീൻ വെക്കാൻ ആക്ച്വലി ഒത്തിരി സമയമൊന്നും ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് മീൻ തിളച്ച് കഴിയുമ്പോഴേക്കും മീൻ വെന്ത് കിട്ടും. ഇതിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ അതിൻ്റെ വെള്ളം കുറച്ച് പറ്റണം, കൂടുതൽ വെള്ളമായിട്ട് കിടക്കരുത്. മീൻ കഷ്ണത്തിൻ്റെ കുറച്ച് താഴെയായിട്ട് വെള്ളം വരണം, അതാണ് അതിൻ്റെ കണക്ക്. നമ്മുടെ മീൻകറി ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ആവശ്യത്തിന് പറ്റി നല്ലതായിട്ട് പുളിയൊക്കെ കൂടിയിട്ട് നല്ല രുചിയുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യുന്നോ? നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് ടേസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കമൻസുകൾ ഈ വീഡിയോയുടെ താഴെ ഇടണം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു.